നമ്മൾ തൃക്കാക്കര നഗരസഭയിലേക്കാണ് പോകുന്നത്. മാലിന്യ നീക്കം നടത്തേണ്ട സ്വകാര്യ ഏജൻസി അത് നീക്കാത്തതോടെ ചീഞ്ഞു നാറുകയാണ് തൃക്കാക്കര നഗരസഭയുടെ പരിസരമാകെ. വീടുകളിൽ നിന്ന് ശേഖരിച്ച ജൈവമാലിന്യങ്ങൾ വണ്ടികളിൽ നിന്ന് ഇറക്കാൻ കഴിയാത്ത സ്ഥിതി പോലും ഉണ്ടായതോടെ കൗൺസിലർമാർ ഇടപെട്ട് നഗരസഭയുടെ പരിസരത്ത് തന്നെ മാലിന്യം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുമൂലം നഗരസഭയിലേക്ക് വരുന്നവർ മൂക്കുപൊത്തി നടക്കേണ്ട സ്ഥിതിയാണ്. മാലിന്യം ശേഖരിക്കുന്നതിന് വീടുകളിൽ നിന്നും ഫീസ് നൽകിയ ശേഷം ഹരിതകർമ്മസേന പ്രവർത്തകർ വീടുകളിലെത്തി ശേഖരിച്ച മാലിന്യം കൊണ്ടുപോകേണ്ട ഏജൻസി കൊണ്ടുപോകാത്തതോടെ ചീഞ്ഞു നാറുകയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി പരിസരമാകെ. എറണാകുളം ജില്ലയുടെ ആസ്ഥാനത്തുള്ള തൃക്കാക്കര നഗരസഭയുടെ തൊട്ടുമുന്നിലെ കാഴ്ചയാണിത്. നഗരത്തിലെ ഓരോ വീട്ടിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നതിന് യൂസർ ഫീ ഉൾപ്പെടെ വാങ്ങിയ ശേഷമാണ് മാലിന്യ നീക്കം നഗരസഭയിൽ കഴിഞ്ഞ 10 ദിവസത്തോളം നിലച്ചത്. ഇതോടെ വീടുകളിൽ മാലിന്യം കുന്നുകൂടി. ഹരിതകർമ്മസേനാ പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം നഗരസഭയുടെ സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോൾ മാലിന്യം നീക്കാൻ കരാറെടുത്ത ഏജൻസിക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യത്തിന് വണ്ടിയില്ലാത്ത അവസ്ഥ. ദിവസങ്ങളായി സൂക്ഷിച്ച ജൈവമാലിന്യം ചീഞ്ഞു തുടങ്ങിയതോടെ നഗരസഭയും പരിസരവും ആകെ ദുർഗന്ധത്താൽ മുങ്ങി. ജനപ്രതിനിധികളും ഹരിതകർമ്മസേന പ്രവർത്തകരും ഉൾപ്പെടെ ഇതോടെ നഗരസഭയിലേക്ക് മൂക്കും പൊത്തി കയറേണ്ട അവസ്ഥയായി. നഗരസഭയിലെ കൗൺസിലർമാർ നാറ്റം സഹിക്കാൻ വയ്യാതെ ഇന്ന് മാലിന്യങ്ങൾ വാഹനത്തിൽ നിന്ന് നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഇറക്കിച്ചു. എടുത്തുകൊണ്ട് വന്ന മാലിന്യം കൃത്യമായിട്ട് സംസ്കരിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം തൃക്കാക്കര നഗരസഭയ്ക്കില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ നഗരസഭയുടെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വീടുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുകയും ഇപ്പോൾ പല രോഗങ്ങളും വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തൃക്കാക്കര നഗരസഭ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരസഭയിൽ ഒന്നായിട്ടും ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ഇല്ലാത്തതാണ് തൃക്കാക്കര നഗരസഭയുടെ പ്രധാന പ്രശ്നം. മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോകേണ്ട ഏജൻസി തോന്നും പോലെ പ്രവർത്തിച്ചാലും നഗരസഭാ അധികൃതർ ഇടപെടൽ നടത്തുന്നില്ല എന്നും പരാതിയുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പടക്കം തുടർച്ചയായ അവധി ദിവസങ്ങൾ വന്നതോടെയാണ് മാലിന്യ നീക്കം പ്രതിസന്ധിയിലായതെന്നും പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ നടത്തിയെന്നുമാണ് നഗരസഭാ ഭരണ നേതൃത്വം വ്യക്തമാക്കുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ജില്ലകളിലെ ചൂട് സാഹചര്യം ഒട്ടേറെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റൈസ ഫാത്തിമ പറയുന്നുണ്ട് ആലപ്പുഴയിൽ നല്ല ചൂടാ, അവധി തരുമെന്ന്. അരുന്ധതി ജയൻ നാളെ ലീവ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കളക്ടറുടെ പേജിൽ ചെന്ന് പറയാം അവധിയുടെ കാര്യമെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. സാലി തോമസ് ചോദിക്കുന്നുണ്ട്, ഈസ് ദ ലീവ് ഫോർ പ്രൊഫഷണൽ കോളേജ് എക്സ്റ്റൻഡഡ് ഡ്യൂ ടു അൺബിയറബിൾ ഹീറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ചൂട് സാഹചര്യത്തെ മുൻനിർത്തി അവധി നീട്ടിയിട്ടുള്ളത് എന്ന് സാലിയെ അറിയിക്കുന്നു. അലക്സ് പറയുന്നുണ്ട്, തിരുവനന്തപുരം നല്ല ചൂടാണ്, മഴ പോലുമില്ല, അതുകൊണ്ട് തിരുവനന്തപുരത്തെയും അവധിയുടെ കാര്യത്തിൽ കൺസിഡർ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അനഘ ഷാജി പറയുന്നു, എല്ലാ ജില്ലയിലും നല്ല ചൂടാണ്. ആതിര കൃഷ്ണൻ പറയുന്നുണ്ട്, പ്രൊഫഷണൽ പ്രൈവറ്റ് കോളേജുകളൊക്കെ ഇപ്പോഴും ക്ലാസുകൾ നീട്ടുന്ന സാഹചര്യമാണുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ അവധിയുടെ കാര്യത്തിൽ ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോഴും സജീവമായി നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രം ഈ മാസം 8 വരെ അവധി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.